പണ്ട് ഒരിടത്ത് ഒരു ഗ്രാമത്തിൽ ഒരു യാചകൻ ജീവിച്ചിരുന്നു. വലിയ ബുദ്ധിമുട്ട് നേരിട്ട അയാൾ ഭക്ഷണം പോലും ഇങ്ങനെ യാചിച്ചാണ് വാങ്ങിച്ചിരുന്നത്. ഒരു ദിവസം ഗ്രാമത്തിലൂടെ നടന്നു പോകുന്നതിനിടെ യാചകൻ ഒരു കലം കിട്ടി. കലത്തിൽ നിറയെ ദോശമാവ് ലഭിച്ച സന്തോഷത്തോടെ അയാൾ ആ കലവുമായി വീട്ടിലേക്ക് കയറിപ്പോയി. തൻ്റെ കട്ടിലിന് സമീപം ആ കലം അയാൾ തൂക്കിയിട്ടു. സന്തോഷത്തോടെ ഉറങ്ങാൻ കിടന്ന യാചകൻ പല സ്വപ്നങ്ങളും അങ്ങനെ കാണാൻ തുടങ്ങി. ക്ഷാമം വന്നാൽ ഈ മാവ് തനിക്ക് ഉയർന്ന വിലയ്ക്ക് വെക്കാം, ഒരുപക്ഷെ 1000 രൂപയെങ്കിലും കിട്ടും. ആ പണം ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു ചെറിയ കച്ചവടം തുടങ്ങണം. കച്ചവടം നന്നായാൽ പിന്നെ ഒരു ആടിനെ വാങ്ങിക്കണം. ആടിന് ധാരാളം കുഞ്ഞുങ്ങളുണ്ടാകും. പിന്നെ ആ ആടുകളെയൊക്കെ വിറ്റ് പശുവിനെ വാങ്ങാം. അവ ധാരാളം പാലും വെണ്ണയും തരും. അത് വിറ്റ് നല്ല പൈസക്കാരനാകാം. സമ്പത്ത് ലഭിച്ച പൂന്തോട്ടങ്ങളൊക്കെ ഉള്ളൊരു വലിയ വീട് ഉണ്ടാക്കാം. മുത്തുകളുടെയും വജ്രങ്ങളുടെയും വ്യാപാരം പിന്നീട് തുടങ്ങണം. ഒരു പണക്കാരൻ്റെ മോളെ കയറി കല്യാണം കഴിക്കണം. അങ്ങനെ സുഖജീവിതം നയിച്ച് മുന്നോട്ട് പോകാം. യാചകൻ്റെ സ്വപ്നങ്ങൾക്ക് അറുതിയില്ലാതെ അങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. അതിനിടെ ഉറക്കത്തിൽ യാചകൻ തൂക്കിയിട്ടിരുന്ന കലത്തിൽ അറിയാതെ ചുട്ടും കലം തറ വീണു. കലം പൊട്ടിച്ചെതറി. കലത്തിലുണ്ടായത് ദോശമാവ് മുഴുവൻ നിലത്തൊഴുകി. യാചകൻ്റെ സ്വപ്നം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. എപ്പോഴും ഒന്ന് ഓർക്കുക, ഭാവിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് മനക്കോട്ട കെട്ടാം. മനക്കോട്ട കെട്ടുന്നതിന് മുമ്പ് ഇപ്പോഴുള്ള ജീവിതത്തിൽ നന്നായി ശ്രദ്ധിച്ചുകൊള്ളുക. നന്നായി അധ്വാനിച്ച് ജീവിക്കാൻ കഴിയുക. മനക്കോട്ടകൾ എപ്പോഴും യാഥാർത്ഥ്യമാകണമെന്നില്ല. അതൊക്കെ ചിലപ്പോൾ സ്വപ്നങ്ങളായി മാത്രമേ അവശേഷിക്കൂ. അതുകൊണ്ട് നിലവിലിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നന്നായി അധ്വാനിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. എന്നാലും ഒരു സ്വർഗം കിട്ടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.